Alhamdulillah. Alhamdulillah Rabbil Alameen. Alhamdulillah hamdan kathiran tayyiban mubarakan fi kama yuhibbu Rabbuna wa yarda. Nahmaduhu wa nasta'inuhu wa nastaghfiruh wa natubu ilayh wa na'udhu billahi min shururi anfusina ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അർഹമുർറാഹിമീനായ പടച്ച റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളായി നന്മയുള്ള മനസ്സുകളുടെ ഉടമകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന വിധത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സഹോദരങ്ങളെ, 2 ദിവസങ്ങളിലായി നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള ചില കുട്ടികൾ വളരെ സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. 10ാം ക്ലാസ് പഠിച്ച് പരീക്ഷ എഴുതിയിട്ടുള്ള കുട്ടികളുടെ റിസൾട്ട് വന്നിരിക്കുന്നു. മാധ്യമങ്ങൾ, പത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നൂറുമേനി വിജയം ലഭിച്ചിട്ടുള്ള സ്കൂളുകളുടെ, അതുപോലെ കംപ്ലീറ്റ് A+ ലഭിച്ചിട്ടുള്ള കുട്ടികളുടെ ഫോട്ടോകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ കിതാബിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലും വിശ്വസിക്കുന്ന മുസ്ലിമായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്തവ്യം എന്ത്, നമ്മുടെ ബാധ്യത എന്ത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികൾ പരീക്ഷ എഴുതി ഉന്നത വിജയം കരസ്ഥമാക്കി അവർ സന്തോഷത്തിലാണ്. ഒന്നാമതായി നമ്മൾ അവരെ അഭിനന്ദിക്കേണ്ടതുണ്ട്, അവർക്ക് ആശംസകൾ നൽകേണ്ടതുണ്ട്.
അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അവർക്ക് ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണം കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് നമ്മൾ പ്രചോദനം നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ കുട്ടികൾക്കും അവരുടെ കഴിവിനനുസരിച്ച്, അവരുടെ നല്ല ആഗ്രഹങ്ങൾക്കനുസരിച്ച്, വെറും ആഗ്രഹങ്ങളല്ല, അവരുടെ നന്മക്ക്, അവരുടെ കുടുംബത്തിന്റെ നന്മക്ക്, ഈ സമൂഹത്തിന്റെ നന്മക്ക്, ഈ രാജ്യത്തിന്റെ നന്മക്ക് ഉതകുന്ന രൂപത്തിൽ അവർക്ക് ഏറ്റവും നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു വഴി കാണിക്കുന്ന വ്യത്യസ്തവും വൈവിധ്യവുമായിട്ടുള്ള ഉന്നത അവസരങ്ങൾ ലഭ്യമാകുന്ന കോഴ്സുകളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന, അവർക്ക് ദിശാബോധം നൽകേണ്ടുന്ന കടമയും കടപ്പാടും ഉത്തരവാദിത്വവും ഓരോ മുസൽമാന്റെയും ബാധ്യതയാണെന്ന് നമ്മൾ കരുതുകയാണ്. അതല്ല എങ്കിൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ സന്തോഷത്തിൽ കഴിയുകയും അല്പം കഴിയുമ്പോഴേക്ക് അവർ വഴികേടിലായി തീരുകയും ചെയ്തേക്കാം. അതിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് വ്യക്തമായ ദിശാബോധം നൽകേണ്ടതുണ്ട്. വിജ്ഞാനം, പരീക്ഷ എഴുതി പാസ്സാകുക എന്നുള്ളത് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്ന സംഗതിയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അറിവിന്, വിജ്ഞാനത്തിന് അത് നൽകിയിട്ടുള്ള പ്രാധാന്യം വളരെ വളരെ വലുതാണ്. അള്ളാഹുവിന്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ 100 കണക്കിന് സ്ഥലങ്ങളിൽ ജ്ഞാനത്തെ സംബന്ധിച്ച്, അറിവിനെ സംബന്ധിച്ച്, വിജ്ഞാനത്തെ സംബന്ധിച്ച്, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പരാമർശിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എൻ്റെ പ്രിയമുള്ളവരെ, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ കിതാബായ പരിശുദ്ധ ഖുർആനിലെ ആദ്യം അവതരിച്ച സൂക്തങ്ങൾ, അതിൻ്റെയൊക്കെ അർത്ഥവും ആശയവും നമുക്ക് നന്നായി അറിവുള്ളവരാണ്. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പ്രശ്നം, ധാരാളം വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം അഗാധമായി പഠിച്ച് ചില വിഷയങ്ങൾ പ്രത്യേകമായി എടുത്ത് അതിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടൊക്കെ അവഗാഹം നേടി ഒട്ടേറെ ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിജ്ഞാനം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ദൈവിക ചിന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള വിജ്ഞാനം കൂടി ഉൾപ്പെടുന്നതാണ്. വെറും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസമല്ല, മറിച്ച് ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ പരിശുദ്ധനായ റബ്ബിനെ കുറിച്ച് ഓർക്കുവാനും അവന്റെ ശക്തിയെ കുറിച്ച് ചിന്തിക്കുവാനും അങ്ങനെ വിനയമുള്ളവരായി, താഴ്മയുള്ളവരായി ആ റബ്ബിന്റെ മുമ്പിൽ വിനീത ദാസന്മാരായി മാറുന്നതിനും ഉതകുന്ന രൂപത്തിലുള്ള വിജ്ഞാനത്തെ കുറിച്ചാണ് ഇസ്ലാം സംസാരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ വിജ്ഞാനത്തെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. 1-2 വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വളരെ അടിവരയിട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. വിശുദ്ധ ഖുർആനിന്റെ ഒരു സൂക്തത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലാഹു തആല ഉയർത്തുമെന്നാണ്, ഉന്നത പദവികൾ നൽകുമെന്നാണ്. ആർക്കാണ് നൽകുന്നത്? അല്ലദീന ആമനൂ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുള്ള, ഈമാൻ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ. വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, അതുപോലെ അറിവുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ഇൽമിന്റെ അഹ്ലുകാർ, വിജ്ഞാനത്തിന്റെ ലോകത്ത് വിരാജിക്കുന്ന ആളുകൾ, അവർക്ക് ദർജാത്ത്, പല പദവികൾ ഉയർത്തി കൊടുത്തിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇതൊക്കെ ആവർത്തിച്ച് ഖുർആൻ പറഞ്ഞിട്ടൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണെന്ന് അറിയുമോ? ഈ വിജ്ഞാനമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഖുൽ
ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസമില്ലാത്തവനും തുല്യരാണോ, സമമാകുമോ, അവർ തുല്യരാണോ എന്നുള്ള വിശുദ്ധ ഖുർആനിലെ ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് അറിവ് നേടേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. പക്ഷേ അറിവ് നേടിയാൽ മാത്രം പോരാ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിതം വിശുദ്ധമാക്കാൻ, ജീവിതം കറപുരളാത്തതാക്കാൻ അവനെ ഭയപ്പെട്ട് ജീവിക്കേണ്ടതുണ്ട്. ആ രൂപത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ നയിക്കണം. അതാണ് ഖുർആൻ പറയുന്നത്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, രാവാകട്ടെ പകലാകട്ടെ ഏത് സന്ദർഭവും സാഹചര്യവുമാകട്ടെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കാൻ കഴിയുക വിജ്ഞാനമുള്ള ഇൽമുള്ള ആളുകൾക്കാവുന്നു എന്നുള്ളതാണ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഉന്നതമായ ഗവൺമെന്റ് സർവീസിലുള്ള ഉന്നതമായ പോസ്റ്റുകൾ നേടിയെടുക്കുക മാത്രമല്ല, അത് വേണം. ഇന്ത്യ രാജ്യം പോലെയുള്ള ഒരു ബഹുമത സമൂഹത്തിൽ, ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് രാജ്യമായിട്ടുള്ള ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷം എന്നുള്ള നിലക്ക് നമ്മൾ ഉന്നതമായിട്ടുള്ള സർവീസുകളിൽ, ഉന്നതമായ പോസ്റ്റുകളിൽ എത്തേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് എത്തിപ്പെടാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അതിന് പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ച് മുസ്ലിം സമൂഹം, മഹല്ലുകൾ, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ ഉറക്കെ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ അതോടൊപ്പം അവർക്ക് കൃത്യമായ ദൈവിക ചിന്തയുള്ള, ധാർമ്മിക ബോധമുള്ള, അല്ലാഹുവിനെ ഭയക്കുന്ന ഒരു മനസ്സുണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ അവരെ പ്രത്യേകം അവർക്ക് ദിശാബോധം നൽകേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു വചനമുണ്ട്. അധികമാരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളൊരു വചനമാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഇത്തിഫാഖോടുകൂടെ ഏകോപിച്ചുകൊണ്ട് ഉദ്ധരിക്കുന്ന ഒരു വചനമാണ്. പലപ്പോഴും നമ്മൾ കേട്ടതാണ്. എന്താണത്? മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു തആല ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് റബ്ബുൽ ഇസ്സത്ത് നന്മ നൽകാൻ ഉദ്ദേശിച്ചാൽ യുഫഖിഹുഹു ഫിദ്ദീൻ, റബ്ബിന്റെ മതത്തിൽ അവന് അറിവുണ്ടാക്കി കൊടുക്കും, അവന് ബോധമുണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ്. എന്നോട് എൻ്റെ റബ്ബ് നന്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് മതത്തിൽ അറിവുണ്ടാകണം, ഉണ്ടാകേണ്ടത് അതിന്റെ താല്പര്യമാണ് എന്നാണ് നബിവചനത്തിന്റെ പൊരുൾ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, മതപരമായ വിജ്ഞാനങ്ങൾ ആർജിച്ചെടുക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ സ്നേഹിതന്മാരുടെ കുഞ്ഞുങ്ങളെയൊക്കെ അതിനെ പ്രേരിപ്പിക്കുവാൻ ഓരോ പ്രദേശത്തുമുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ നോക്കൂ, ഈ വിദ്യാഭ്യാസമൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതോടൊപ്പം ധാർമ്മിക ചിന്ത, മതബോധമുള്ള, ദീനീ ചിട്ടയുള്ള, ദൈവീക ബോധമുള്ള ഒരു സമൂഹത്തെയാണ് നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്താ ഇന്ന്? നിങ്ങൾ ഒരു ട്രെയിനിൽ കയറി നോക്കൂ, ഒരു ബസ്സിൽ യാത്ര ചെയ്ത് നോക്കൂ, ആളുകളുടെ അടുത്ത് വലിയ ഫോണാണ്. അതിലിങ്ങനെ ഈ വാട്സപ്പും ട്വിറ്ററും അതുപോലെയുള്ള സമൂഹ മാധ്യമങ്ങൾ എന്ന് പറയും, സോഷ്യൽ മീഡിയ എന്ന് പറയും, അതിലെങ്ങനെ അഭിരമിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില കുട്ടികളൊക്കെ രാത്രിയിൽ വളരെ 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 വൈകിയാണ് ഉറങ്ങുന്നത്. അവർ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുകയാണ്. പിതാവെന്ന് വിളിച്ചാൽ, മാതാവെന്ന് വിളിച്ചാൽ കേട്ട് കാണുകയില്ല. അവർ ആ രൂപത്തിൽ അവർ അതിൽ വ്യാപൃതരായിരിക്കുകയാണ്. എന്നിട്ട് അവിശുദ്ധ ബന്ധങ്ങൾ ഉണ്ടാകുന്നു, വലിയ തകർച്ചകൾ അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോ വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് നേടാത്തൊരവസ്ഥ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗത്തുണ്ട് എന്ന് നമ്മൾ വിസ്മരിച്ചുകൂടെ പ്രിയമുള്ളവരെ. നമ്മൾ അറിയേണ്ടതുണ്ട്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ വളർന്നു വരുന്ന തലമുറ ആ ഒരവസ്ഥയിലേക്ക് ഒരിക്കലും പോയിക്കൂടാ. ഇതുപോലെയുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ മുമ്പിൽ തന്റെ ജീവിതം
നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ കുട്ടികൾ മാറിക്കൂടാ. അതിന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ അടുത്ത് വായിച്ചിട്ടുള്ള ഒരു വാർത്ത, 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ നമ്മുടെ ഈ സംസ്ഥാനത്ത് ഒരു മനുഷ്യൻ കുത്തിക്കൊന്ന സംഭവം നിങ്ങൾ കേട്ട് കാണും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വീട്ടിൽ 10 വയസ്സുള്ള ഒരു മോൻ, ആ മോനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ഉമ്മാക്ക്, ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, ബന്ധുക്കൾക്ക് എന്തെല്ലാം സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടാകും. ആ കുട്ടിയെ കുത്തിക്കൊന്നു ഒരു മനുഷ്യൻ. എന്താ കാരണം? ആ മനുഷ്യൻ മയക്കുമരുന്നുകൾക്ക് അടിമയായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുള്ളത് വിദ്യാഭ്യാസമില്ലാത്തവരും റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരും ഒന്നും മാത്രമല്ല, മറിച്ച് പ്രിയമുള്ളവരെ, ഉന്നത കലാലയങ്ങളിൽ നിന്ന്, ലോകോത്തര യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വലിയ ബിരുദങ്ങൾ കരസ്ഥമാക്കി അതിന്റെ സർട്ടിഫിക്കറ്റുകൾ നല്ല അലമാരകളിൽ സൂക്ഷിക്കുന്ന ആളുകൾ മയക്കുമരുന്നുകൾക്ക് അടിമകളാണ്. പലരും, മുഴുവൻ ആളുകളെ കുറ്റം പറയുകയല്ല, ചിലരൊക്കെ അങ്ങനെയാണ് എന്നുള്ളതിൽ തർക്കമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട്, വിജ്ഞാനം കൊണ്ട് അറിയേണ്ടത്, നേടേണ്ടതുണ്ട്. അത് നേടാതെ പോയാൽ ഈ സമൂഹം വലിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികൾക്ക് മയക്കുമരുന്നുകൾ, നമ്മുടെ ഈ സംസ്ഥാനത്ത് കുറെ ബാറുകൾ പൂട്ടുകയുണ്ടായി. വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. എല്ലാ ബാറുകളും പൂട്ടണം, മദ്യം നിരോധിക്കണം, മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ ബോധവൽക്കരണം ഇനിയും ഉണ്ടാകണം. അത് അവസാനിക്കുന്നത് വരെ. അതോടൊപ്പം തുല്യ പ്രാധാന്യത്തോടുകൂടെ നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് മയക്കുമരുന്നുകൾ നിഷ്കാസനം ചെയ്യുവാൻ, എൻ്റെ പ്രിയമുള്ളവരെ, റോഡ് സൈഡിലുള്ള ചെറിയ കടകളിൽ ഹാൻസ് പോലെയുള്ള മയക്കുമരുന്നുകൾ മാത്രമല്ല, വീര്യം കൂടിയിട്ടുള്ള മയക്കുമരുന്നുകൾ വിൽപ്പന ചെയ്യുന്നു എന്നാണ് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സമൂഹത്തിന് വലിയ നാശമാണ് വിതക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുടുംബത്തെ നമ്മൾ അവർക്ക് ദിശാബോധം നൽകേണ്ടതുണ്ട്. ഇപ്പോ SSLC ഒക്കെ ജയിച്ചു വരുന്ന കുട്ടികൾക്ക് ഓരോ മഹല്ലുകളിലും കൃത്യമായി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അവരെ യഥാർത്ഥ ചിന്തയോടുകൂടെ, ധാർമ്മിക ബോധത്തോടുകൂടെ മുന്നോട്ട് വളർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഞാൻ വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായമായ സൂറത്തുൽ മുഅ്മിനൂനിലെ 57 മുതലുള്ള 3 വചനങ്ങൾ, 57, 58, 59 വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇട്ടുതരികയാണ്. ആ ആയത്തുകൾ നമുക്ക് പാഠമാകേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. ഇന്നല്ലദീന ഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂൻ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. ഇന്നല്ലദീന ഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂൻ. തങ്ങളുടെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് മനസ്സ് നടുങ്ങിപ്പോകുന്നവർ. എന്തുകൊണ്ടാണ് അവർക്ക് ആ ഭയം ഉണ്ടാകുന്നതെന്നോ? റബ്ബിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിങ്ങനെ നടുങ്ങുക, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാകുക. അതെങ്ങനെയാ ഉണ്ടാകുന്നത്? വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. തങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അഗാധമായി വിശ്വാസമുള്ള ആളുകളാണ് അവർ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ, അല്ലാഹുവിന്റെ ആയത്തുകളിൽ അഗാധമായ അടിയുറച്ച വിശ്വാസമുണ്ട് അവർക്ക്. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. ശിർക്കില്ലാത്ത, ബഹുദൈവ വിശ്വാസമില്ലാത്ത, ബഹുദൈവ ആരാധനയില്ലാത്ത, ശിർക്കിന്റെ ലാഞ്ചനയില്ലാത്ത അങ്ങനെയുള്ള മനസ്സുകളാണവർ. ഈ ആയത്തുകളിൽ പരാമർശിച്ച ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على نبينا وحبيبنا محمد بن عبد الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട്
ജീവിതം നന്മ നിറഞ്ഞതാക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ റജബ് മാസത്തിലാണ്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിൽ, കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടനവധി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമുണ്ട്. റജബിയാക്കൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു വിഭാഗം തന്നെയുണ്ട്. റജബ് മാസത്തിൽ പ്രത്യേകമായി ഒരുപാട് ആളുകളെ കൂട്ടി ഉംറക്ക് വരുന്ന, പരിശുദ്ധ മക്കയിലും മദീനയിലേക്കുമൊക്കെ ആളുകളെ കൂട്ടി വരുന്ന ആളുകൾ ഉണ്ട്. അവർ വലിയ പുണ്യമാണ് ആഗ്രഹിക്കുന്നത്. റജബിയാക്കൾ എന്ന പേരിൽ അവർ അറിയപ്പെടുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട റജബ് മാസത്തിൽ നമസ്കരിച്ചാൽ, നോമ്പ് നോറ്റാൽ, ചില ഖുർആനിൽ ചില അധ്യായങ്ങൾ പ്രത്യേകമായെടുത്ത് പാരായണം ചെയ്താൽ വലിയ പുണ്യമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ വിഷയത്തിൽ വന്നിട്ടുള്ള നൂറുകണക്കിന് ദുർബലമായ ഹദീസുകൾ കാണാൻ വേണ്ടി കഴിയും. ഒന്ന് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തരികയാണ്. എന്താണെന്ന് അറിയുമോ? അതായത് റജബ് മാസത്തിൽ ഒരു ദിവസമുണ്ട്. ആ ദിവസം, അതിന്റെ പകൽ, അതുപോലെ രാത്രി. മൻ സ്വാമ ദാലികൽ യൗം വഖാമ തിൽകൽ ലൈല കാന ലഹു മിനൽ അജ്രി കമൻ സ്വാമ മിഅത ആമിൻ വഖാമഹാ. 100 വർഷം നോമ്പനുഷ്ഠിച്ചവന്റെ പ്രതിഫലം, 100 വർഷം രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചവന്റെ പ്രതിഫലം, റജബിലെ ഒരു പ്രത്യേക ദിവസം നോമ്പനുഷ്ഠിച്ചാൽ, രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചാൽ അവന് ലഭ്യമാകും എന്ന് പറഞ്ഞിട്ടൊക്കെ വലിയ പ്രതിഫലങ്ങൾ പറയുന്ന അങ്ങേയറ്റം ദുർബലമായ ഹദീസുകളുണ്ട്. ഞാനിത് സൂചിപ്പിക്കുമ്പോൾ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, നമ്മുടെ സമൂഹത്തിൽ ഈ റജബ് മാസം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് റജബിന്റെ അവസാനം, റജബ് 27-നാണ് മിഅ്റാജ് ദിനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് നോമ്പെടുക്കുക, അന്ന് സുന്നത്ത് നോമ്പെടുക്കുന്നു ആളുകൾ. എന്നിട്ട് അന്ന് പ്രത്യേകം വലിയ തഖ്വയോടുകൂടെ ഖുർആനിലെ ചില പ്രത്യേക അധ്യായങ്ങൾ പാരായണം ചെയ്യുന്നു. മഗ്രിബായി കഴിഞ്ഞാൽ നോമ്പൊക്കെ മുറിച്ച് അവർ നമസ്കരിക്കുന്നു, പ്രത്യേക നമസ്കാരങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു ബോധമുണ്ടാകേണ്ടതുണ്ട്. റജബ് മാസത്തെ സംബന്ധിച്ച് ഇതിലെ പ്രത്യേകമായ നോമ്പോ നമസ്കാരമോ ഒന്നും തന്നെ മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി വ്യക്തമായി അറിയാൻ വേണ്ടി കഴിയുന്നത്. ഞാൻ ഒരൊറ്റ ഭാഗം മാത്രം വായിക്കുകയാണ്. ഇന്ന സൗമ യൗമിൽ ഇസ്റാഇ വൽ മിഅ്റാജ് ലാ യജിബു വലാ യുസ്തഹബ്ബു വലാ യുസന്നു സിയാമുഹു لأنه لم يرد عن النبي صلى الله عليه وسلم أنه صامه أو أمر بصيامه ولو كان صومه مندوبا أو مسنونا لبينه النبي صلى الله عليه وسلم كما بين فضل الصيام في يوم عرفة وعاشوراء. പ്രിയമുള്ളവരെ, ഈ മാസത്തിലെ മിഅ്റാജ് ദിനം അല്ലെങ്കിൽ ഇസ്രാ ദിനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, അന്നേ ദിവസം നോമ്പ് എന്ന് പ്രവാചകൻ ഒരിക്കലും നോറ്റിട്ടില്ല. അങ്ങനെ നോമ്പ് നോറ്റതായോ നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചതായോ ഒന്നും തന്നെ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അന്ന് നോമ്പ് നോൽക്കൽ സുന്നത്താണെന്നോ ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തെ പഠിപ്പിക്കുമായിരുന്നു. ഏതുപോലെ അറഫ ദിവസത്തിൽ ഹാജിമാര് അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോൾ മുസ്ലിം സമൂഹം ഹജ്ജിന് പോകാത്തവർ നോമ്പ് നോൽക്കുന്നതിന്റെ പ്രാധാന്യം പഠിപ്പിച്ചതുപോലെ റജബ് മാസത്തിലെ 27-ാമത്തെ ദിവസം പുണ്യമുണ്ട്, നോമ്പിന് പുണ്യമുണ്ട്, പ്രതിഫലമുണ്ട് എന്ന് ഈ സമുദായത്തെ പഠിപ്പിക്കുമായിരുന്നു. അതുപോലെ മുഹറം മാസത്തിലെ ആശൂറാ ദിവസത്തിലെ നോമ്പിന്റെ പ്രാധാന്യം ഹബീബായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഈ ദിവസത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഉപേക്ഷിക്കണം, ബിദ്അത്താകുന്നു. ഫതുഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇതുമായി ബന്ധപ്പെട്ട് സവിസ്തരം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, വലൗ കാന ഖൈറൻ ലസബഖനാ ഇലൈഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസഹാബത്തുൽ കിറാം. ഇതെങ്ങാനും പുണ്യമായിരുന്നുവെങ്കിൽ, ഇത് സുന്നത്തായിരുന്നുവെങ്കിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് മാതൃകയായി കാണിച്ചു തരുമായിരുന്നു. അവിടുത്തെ സ്വഹാബ അത് അനുഷ്ഠിക്കുമായിരുന്നു. പക്ഷേ അവർ അനുഷ്ഠിച്ചിട്ടില്ല, അവരത് പിടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അത് പുതുതായി ഉണ്ടായിട്ടുള്ള അനാചാരമാകുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്, നമുക്കറിയാം നമ്മള് ഭയങ്കര കൊടും ചൂടിലാണ്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഒരുപാട് ആളുകൾക്ക് സൂര്യാഘാതമേറ്റിരിക്കുന്നു. എങ്ങും കുടിവെള്ളത്തിന് വേണ്ടി നട്ടോട്ടപ്പെടുന്ന വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണുള്ളത്. ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ല, എല്ലാവരും പ്രയാസത്തിലാണ്. കുടിവെള്ളം അവശേഷിക്കുന്ന ചില കിണറ്റുകളിൽ പ്രിയമുള്ള അത് തന്നെ വറ്റുമോ എന്നുള്ള ഭയാശങ്കയിലാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശ്വാസികൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. മലിക്കുൽ ജബ്ബാറായ പടച്ചറബ്, കരുണാമയനായ പടച്ചറബ്, സ്നേഹനിധിയായ അല്ലാഹുവിനോട് നമ്മൾ മനസ്സ് തുറന്ന് കൈകൾ ഉയർത്തി ആ റബ്ബിനോട് പ്രാർത്ഥിക്കണം. ആകാശ ലോകത്ത് നിന്ന് ഉപരിലോകത്ത് നിന്ന് റബ്ബിന്റെ കാരുണ്യം ഇവിടെ വർഷിക്കുന്നതിന് വേണ്ടി നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല, ഇവിടെയുള്ള ജന്തുജാലങ്ങൾ, ജീവികൾ, അവർക്കൊക്കെ വെള്ളം ആവശ്യമാണ്. അവർക്ക് വെള്ളം ലഭ്യമാകുന്നതിന് വേണ്ടി, കുടിക്കാൻ, കുടിനീരിന് വേണ്ടി, ദാഹജലത്തിന് വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ മദീന മുനവ്വറയിൽ വെച്ച് ഹബീബായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൊടും വരൾച്ചയുണ്ടായ ഘട്ടത്തിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ അഗ്സ്നാ, അല്ലാഹുമ്മ അഗ്സ്നാ, അല്ലാഹുമ്മ അഗ്സ്നാ. അല്ലാഹുവേ റഹ്മാനായ നാഥ, ഞങ്ങൾക്കും ഇവിടെയുള്ള ജന്തുമൃഗാദികൾക്കും ആവശ്യമായിട്ടുള്ള കുടിവെള്ളവും കുടിനീരും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഉപരിലോകത്ത് നിന്ന് ആ ഹൈറും റഹ്മത്തും ബറക്കത്തും ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ നാട്ടിൽ, ഈ പരിസരങ്ങളിൽ ഒരുപാട് സഹോദരിമാർ, ഒരുപാട് കുടുംബങ്ങൾ കുടിനീരിന് വേണ്ടി നെട്ടോട്ടമോടുകയാണ്, വലിയ പ്രയാസത്തിലാണ്, കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സറിയുന്ന, ഞങ്ങളുടെ മനസ്സിന്റെ അന്തരാളങ്ങളിലുള്ള കാര്യങ്ങൾ അറിയുന്ന അല്ലാഹുവേ, കരുണാമയനായ റഹ്മാനും റഹീമും വദൂദുമായ നാഥ, ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അഗ്സ്നാ, അല്ലാഹുമ്മ അഗ്സ്നാ, അല്ലാഹുമ്മ അഗ്സ്നാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന, ക്യാൻസർ പോലെയുള്ള കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് വേദനാതിപ്പെട്ടുകൊണ്ട് വേദനയോടുകൂടെ കഴിയുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾക്ക് റബ്ബേ റഹ്മാനെ, നിന്റെ റഹ്മത്ത് കൊണ്ട് അവർക്ക് ശിഫ നൽകുകയും അവരുടെ മനസ്സിന് സന്തോഷം നൽകുകയും ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നിന്റെ ഐശ്വര്യം നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, സഹോദരങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞങ്ങളുടെ പല ഉസ്താദുമാരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. റഹ്മാനായ നാഥ, അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കുകയും അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂടെ അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والكافرين. لا إله إلا أنت سبحانك إنا كنا من الظالمين. لا إله إلا أنت سبحانك إنا كنا من الظالمين. لا إله إلا أنت سبحانك إنا كنا من الظالمين. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.